ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബി ടോക്സ് ബിലീവ് ഇൻ ടോക്സിലേക്ക് സ്വാഗതം. എൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ വീഡിയോസ്. ഒരിക്കലും ആരെയും തെറ്റിദ്ധരിപ്പിക്കാറില്ല. ആറ്റംബർഗിന്റെ സെനവ മിക്സർ ഗ്രൈൻഡർ വാങ്ങിയതിന്റെ അനുഭവ കുറിപ്പുകളാണ് ഈ വീഡിയോയിൽ. നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പായി തീർച്ചയായും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിരവധി അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എങ്കിലും ക്വിക്കായിട്ട് നമുക്ക് ഇതിന്റെ പാർട്സുകളൊന്ന് പരിചയപ്പെടാം. ഇതാണ് ഇതിന്റെ മെയിൻ യൂണിറ്റ്. സൈസ് കണ്ടില്ലേ, വളരെ ചെറിയ ഒരു സൈസാണ്. മറ്റ് മിക്സർ ഗ്രൈൻഡറുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അടിഭാഗത്ത് കാണുന്ന റബ്ബറിന്റെ ഈ സക്ഷൻ കപ്പുകളാണ് മെയിൻ യൂണിറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതെന്താണെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. എന്തായാലും വളരെ മനോഹരമായ ഒരു പ്രീമിയം ലുക്ക് ഈ മിക്സർ ഗ്രൈൻഡറിനുണ്ട്. ഇനി നമുക്ക് ഓരോ ജാറുകളായിട്ട് എടുത്തു നോക്കാം. ഇതിൽ ഒന്നും പറയാനില്ല, ഒരു ഫോൾട്ടും ഇതിന് പറയാനില്ല. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയാലും അതിന്റെ പ്ലാസ്റ്റിക്കിന്റെ ഹാൻഡിലാണെങ്കിൽ കൂടിയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള ജാറാണ് ഇതിൻ്റെത്. സ്പെഷ്യലായിട്ട് എടുത്തു പറയേണ്ട അതിന്റെ ടോപ്പാണ്. ടോപ്പ് തന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് ആണ്. നോർമൽ എല്ലാ മിക്സർ ഗ്രൈൻഡറുകളിലും ഉള്ളതുപോലെ തന്നെ പ്ലാസ്റ്റിക് ആണ്. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിന്റെ റബ്ബർ പാർട്ട് വാഷർ എടുത്ത് മാറ്റാനും ക്ലീൻ ചെയ്ത് തിരികെ വെക്കാനും സാധിക്കും. പിന്നെ ഇതിന്റെ ടോപ്പിലുള്ള അതിന്റെ ക്ലിപ്പാണ്. അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് പരിചയപ്പെടാം. അടുത്ത ജാറ് പരിചയപ്പെടാം. ഇതൊരു മൾട്ടി പർപ്പസ് ജാറാണ്. ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയും സെയിം ആണ്, ഒന്നും പറയാനില്ല. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഹാൻഡിലൊക്കെ വളരെ സ്ട്രോങ് ആണ്. ചോപ്പിംഗ് ജാർ ഒഴികെ മറ്റെല്ലാ ജാറുകൾക്കും അതിന്റെ ടോപ്പ് പാർട്ടിന് അവർ ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു ഫീച്ചേഴ്സ് ആണ്. അടുത്ത ജാറ് വരുന്നത് ചട്നി ജാറാണ്. ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കോഴ്സ് മോഡ് ഈ മിക്സർ ഗ്രൈൻഡറിലുണ്ട്. അതിനെപ്പറ്റി കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ലൈവായിട്ട് നമുക്കത് കാണാം. അടുത്തായിട്ട് വരുന്നത് ചോപ്പിംഗ് ജാറാണ്. അതിന്റെ ലൈവ് വീഡിയോ നമുക്ക് കാണാം. ഇതിന്റെ ലിഡ് നിങ്ങൾക്ക് കാണാം, ലോക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം. അത് പ്ലാസ്റ്റിക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജാറിന്റെ ടോപ്പ് നിങ്ങൾ അടയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നല്ല പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ഈ ലോക്ക് തിരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു സൈഡിൽ മുകളിലേക്ക് കയറി വന്ന് ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഏതായാലും കുറച്ച് ശ്രദ്ധയോടെ ചോപ്പിംഗ് ജാർ കൈകാര്യം ചെയ്യുക. ചോപ്പിംഗ് ജാറിന്റെ ബ്ലേഡ് പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതുപോലെ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന ബ്ലേഡാണ്. മാത്രമല്ല വളരെ ഷാർപ്പാണ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. നോർമലായിട്ട് കേരളത്തിലെ ഒട്ടുമിക്ക എന്നല്ല, എല്ലാ വീടുകളിലും സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് തേങ്ങ അരയ്ക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തേങ്ങ അരച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ ടെസ്റ്റ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെയുള്ള കാര്യങ്ങൾ ഈ മിക്സർ ഗ്രൈൻഡറിൽ ചെയ്യുമ്പോൾ അതിഭീകരമായിട്ടുള്ള വൈബ്രേഷനും ഷെയ്ക്കും ഉള്ള ചില വീഡിയോകൾ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ഏതായാലും നിങ്ങൾ കൂടെ കണ്ടു നോക്കൂ. ജാറിന്റെ മുകളിലത്തെ പ്ലാസ്റ്റിക് അടപ്പിന് 4 ലിഡ് ലോക്കുകൾ തന്നിട്ടുണ്ട്. ഇതിന് ആന്റി ഗ്രാവിറ്റി ലിഡ് ലോക്ക് എന്നാണ് പറയുന്നത്. അത് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ എന്താണ്, ഹാൻഡിലിന്റെ അടുത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തൊക്കെ നോക്കണം അല്ലേ, എങ്കിൽ അതൊരു സേഫ്റ്റി ഫീച്ചർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. എനിക്കത് വളരെ നന്നായിട്ട് തോന്നി. ഓക്കെ, അരയ്ക്കാൻ റെഡി ആയിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ മിക്സർ ഗ്രൈൻഡർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ലൈറ്റാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ജാർ അതിൻ്റെ മുകളിൽ ശരിയായ പൊസിഷനിൽ വച്ച് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഇൻഡിക്കേറ്റർ കാണാൻ കഴിയും. ജാറ് ശരിയായ രീതിയിൽ ലോക്കിലേക്ക് വീഴുമ്പോൾ ആ ചെറിയൊരു നമ്മളിപ്പോൾ ബീപ്പ് സൗണ്ട് കേട്ടില്ലേ, അതേപോലെ കേൾക്കുകയും ഇതുപോലൊരു ബ്ലൂ ഇൻഡിക്കേറ്റർ വരികയും ചെയ്യും. നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, ബട്ട് വളരെ ലൗഡായിട്ടുള്ള ഒരു നോയ്സാണ്. ചില റിവ്യൂകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അതിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ കംപ്ലൈൻറ്റ് പറയുന്നത് ഇതിൻ്റെ നോയ്സാണ്. വർക്കിംഗ് കണ്ടീഷൻ ഓക്കെ ആണെന്നാണ് പറയുന്നത്. അതേ ഒരു ഫീലിംഗ് തന്നെയാണ് എനിക്കും അനുഭവപ്പെടുന്നത്. നോയ്സ് വളരെ കൂടുതലാണ്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പവർ ഓഫ് ചെയ്യുകയാണ്. നോക്കാം, പവർ ഓഫ് ചെയ്യുകയാണ് ഞാൻ. മിക്സി പെട്ടെന്ന് നിന്ന് പോവുകയാണ്. നോർമലി നമ്മളെ മിക്സി പവർ ഓഫ് ചെയ്തു, പെട്ടെന്ന് പവർ ഓൺ ചെയ്യുമ്പോൾ അതേ പൊസിഷനിൽ തന്നെയാണ് ഉണ്ടാവുക. മിക്സി പെട്ടെന്ന് വർക്ക് ചെയ്യും. പക്ഷേ ഇവിടെ നിങ്ങൾ കാണാം, ഒരു റെഡിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നോബ് തിരിച്ച് 0യിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അതായത് കറണ്ട് വരുമ്പോൾ വീണ്ടും ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റാർട്ട് ആവുകയില്ല. അത് ഒരു നല്ല ഫീച്ചേഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിന്റെ സൗണ്ട് വളരെ ഓവർ ആണെങ്കിലും വർക്കിംഗ് കണ്ടീഷൻ വളരെ ഗുഡാണ് കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ, തേങ്ങ അരച്ചിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് അമ്മിക്കല്ലിൽ അരയ്ക്കുന്നത് പോലെ തന്നെ വളരെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഗൈസ്, എല്ലാവരുടെയും ശ്രദ്ധയിലേക്കാണ്. രണ്ടാമത്തെ തവണ ഞാൻ തേങ്ങ ഇട്ടപ്പോൾ കുറച്ച് കൂടുതൽ സമയം അരച്ചു. ശരിക്കും ഈ സ്റ്റീൽ തൊടാൻ പറ്റുന്നില്ല, അത്രത്തോളം പൊള്ളുന്നുണ്ടായിരുന്നു.
നല്ല ഹോട്ടാണ്. അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ മിക്സി ഗ്രൈൻഡറിൽ വെച്ച് മറന്നുപോയി കണ്ടില്ലേ, പുക വരുന്നുണ്ട് ഉള്ളിൽ നിന്ന്, നല്ല ഹീറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, വളരെ നേരം വെച്ച് പോകേണ്ട ആവശ്യമില്ല, 1 മിനിറ്റ് ഒന്നും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് താഴെ ടൈം കൊണ്ട് തന്നെ വളരെ നന്നായിട്ട് അരച്ച് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ചോപ്പിംഗ് ജാറിന്റെ പ്രവർത്തനം ഒന്ന് പരീക്ഷിക്കാം. ഇതിന്റെ കൂടെ സ്പെഷ്യലായിട്ട് വരുന്ന ഒരു ജാറാണ്. ഓക്കെ, കുറച്ച് ക്യാരറ്റ് ആദ്യമായിട്ടൊന്ന് നമുക്ക് ചോപ്പ് ചെയ്ത് നോക്കാം. ജാറിന്റെ മൂടി ഇടാനാണ് കുറച്ച് പ്രയാസം. അത് നല്ലവണ്ണം പ്രസ് ചെയ്ത് പിന്നീട് മൂവ് ചെയ്യാൻ കുറച്ച് ടൈറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും അത് ശ്രദ്ധിച്ച് ഇടാൻ ശ്രമിക്കുക. ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബ്ലേഡിൻ്റെ ഉള്ളിലേക്ക് ക്യാരറ്റ് സ്റ്റക്കായി എന്നാണ് തോന്നുന്നത്. ഓഫ് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. ഓക്കെ, നമ്മൾ എത്ര നേരം വയ്ക്കുന്നു അതിനനുസരിച്ചാണ് ഇതിന്റെ ചോപ്പിംഗ് വരുന്നത്. കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടും. കുറച്ച് കൂടുതൽ നേരം വച്ചത് കൊണ്ട് എല്ലാം ഒരേ രീതിയിൽ തന്നെ വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. ചോപ്പിംഗ് ജാറിൽ നിന്ന് ബ്ലേഡ് പുറത്തെടുത്തതിന് ശേഷം മാത്രമേ വെജിറ്റബിൾ എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതിന്റെ ബ്ലേഡ് വളരെ ഷാർപ്പായിട്ടുള്ളതാണ്, കൈ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ഒരു പരീക്ഷണം കൂടി നോക്കാം. ചോപ്പിംഗ് ജാറിലേക്ക് ഒരു ഉള്ളി മുഴുവനായിട്ട് ഇടുകയാണ്. എന്ത് ചെയ്യാണ്, കട്ട് ചെയ്യുന്നില്ല. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതിൽ കൂടുതൽ ടൈം എടുത്താൽ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടായിരിക്കും ചോപ്പാവുന്നത്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ എടുത്തത്. എങ്കിലും ചെറിയ പീസുകളൊക്കെ ബാക്കിയുണ്ട്. ക്യാരറ്റ് ചോപ്പ് ചെയ്തപ്പോൾ കിട്ടിയ ആ പെർഫെക്ഷൻ ഉള്ളിക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. എങ്കിലും കുഴപ്പമില്ല എന്ന് പറയാം. അടുത്തായിട്ട് ആറ്റംബർഗ് സ്പെഷ്യലായിട്ട് അവതരിപ്പിച്ച ഒരു ഐറ്റമാണ് കോഴ്സ് മോഡ്. നമ്മളൊരു ചമ്മന്തി അരയ്ക്കാൻ പോവുകയാണ്. 0യിൽ നിന്ന് ജസ്റ്റ് ഒരു റൈറ്റ് ടേൺ കോഴ്സ് മോഡിലേക്കാണ് വരുന്നത്. ഈ മോഡിൽ എന്തായിരിക്കും, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട്, അതായത് കല്ലിൽ അരച്ച ഒരു ചമ്മന്തി കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഏതായാലും ഒന്ന് തുറന്നു നോക്കാം, എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ. കൊള്ളാട്ടോ, നമ്മുടെ ചമ്മന്തി റെഡിയാണ്. നമ്മുടെ സാധാരണ മിക്സർ ഗ്രൈൻഡിൽ ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ കഴിയില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ കഴിയും. ഒരു സ്പെഷ്യൽ കോഴ്സ് മോഡ് ഇല്ലെങ്കിലും നമുക്ക് അതിനൊക്കെ കഴിയും. പർച്ചേസ് ചെയ്ത് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടുള്ള എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഞാൻ പറയാം. കുറ്റം പറയാൻ നമ്മൾ വളരെ മിടുക്കന്മാരാണ്, എന്നാലും നല്ലതിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്റ്റൈലിഷ് സ്ലിം ആയിട്ടുള്ള ലുക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. രണ്ടാമത് ബിൽഡ് ക്വാളിറ്റി, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ജാർ ലോക്ക് ഡിറ്റക്ഷൻ സിസ്റ്റം ഉണ്ടല്ലോ, ജാർ ശരിയായ പൊസിഷനിൽ ആയാൽ മാത്രമേ മിക്സർ ഗ്രൈൻഡർ വർക്ക് ചെയ്യുകയുള്ളൂ. അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഫീച്ചറാണ്. പിന്നീട് ഇലക്ട്രിസിറ്റി ഓഫ് ആയി കഴിഞ്ഞ് വീണ്ടും പെട്ടെന്ന് ഓൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ആവില്ല. അടുത്ത് പറയാനുള്ളത് 500 വാട്ട്സിന്റെ BLDC മോട്ടോറാണ്. പവർ കൺസപ്ഷൻ കുറവായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കുറ്റം പറയാൻ വളരെയേറെ ഇല്ലെങ്കിലും ഉള്ളത് കുറച്ച് ഹാർഡാണ്. സൗണ്ട്, അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഹാർഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. രണ്ടാമത്, ഇപ്പോൾ അനുഭവപ്പെട്ടിട്ടില്ല എങ്കിലും എപ്പോൾ വേണ്ടെങ്കിലും അനുഭവപ്പെടാം. കാരണം ഇതിന്റെ ഷേക്കിംഗ്, ചില യൂട്യൂബ് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിഭയാനകമായിട്ട് അത് ഷേക്ക് ചെയ്യുന്നത്. കാരണം അത് സ്റ്റോപ്പ് ചെയ്യുന്നത് അതിന്റെ താഴെയുള്ള അടിഭാഗത്തുള്ള സക്കിങ് ചെയ്യുന്ന ആ ഒരു റബ്ബറാണ്. വളരെ മിനുസമായ പ്രതലത്തിൽ അത് എന്ത് ചെയ്യും, വളരെ പറ്റിപ്പിടിച്ച് നിൽക്കും. അതാണ് അതിനെ ഷേക്ക് ആവുന്നത് തടയുന്നത്. അതിനെന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ, ഇനി മിനുസമില്ലാത്ത പ്രതലത്തിൽ വെച്ച് ഞാൻ വർക്ക് ചെയ്ത് നോക്കിയിട്ടില്ല, ചിലപ്പോൾ അതിന്റെ ഷേക്ക് വളരെ ഭീകരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. മിക്സർ ഗ്രൈൻഡർ കൊള്ളാം, വളരെയേറെ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.